There is no comparison in spirituality. അതുകൊണ്ട് തന്നെ ആധ്യാത്മികമായിട്ടുള്ള മഹത്വങ്ങളെ വിലയിരുത്തുവാൻ വളരെ വിഷമം. എനിക്ക് മറ്റുള്ളവരെ പോലെ ആകാൻ കഴിയില്ല, മറ്റുള്ളവർക്ക് എന്നെ പോലെയാകാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് ലീഡർ സ്പേസ് ആണ്. എന്നാൽ നിജരാജയോഗയിലൂടെ പലതും പഠിച്ച് മനുഷ്യർക്ക് താദാത്മ്യം പ്രാപിക്കാം ദൈവിക ബോധവുമായിട്ട്. യൂണിവേഴ്സൽ ലവിങ് എനർജീസിലൂടെ നവനിജ ഊർജാസ്. എന്താണ് നിജയോഗ? അതെല്ലാവർക്കും പറഞ്ഞ് കൊടുത്താൽ മനസ്സിലാക്കുവാനും വളരെ വിഷമം. എന്നാൽ ചില കാര്യങ്ങൾ പറയുന്നത് നല്ലതുമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിജയോഗ സാധാരണക്കാരാണ് എന്ന് തോന്നുന്നവർക്കുള്ളതല്ല. അസാധാരണമെന്ന് സ്വയം ഉള്ളിൽ നേതൃത്വഭാവത്തോടെ തോന്നുന്നവർക്കാണ് ഇത് കൂടുതൽ പ്രയോജനപ്പെടുക. സാധാരണക്കാർ അസാധാരണ വൈദഗ്ധ്യമുള്ളവരാകുന്നത് തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായി ചെയ്യുവാനുള്ള കഴിവും സാമർഥ്യവും ഉണ്ടെന്ന് തോന്നുന്നവർക്കാണ്. അങ്ങനെയുള്ളവരുടെ നേർദൃഷ്ടിയിലുള്ള പ്രത്യേകതയുള്ളവരുടെ നേരിന്നിടമാണ് യോഗയിൽ അഭിരുചിയുള്ളവർക്ക് വേണ്ടിയുള്ള നിജയോഗ സിദ്ധാന്തങ്ങൾ. മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായി എന്തോ പ്രത്യേകത തന്നിലുണ്ടെന്ന് ആത്മാർത്ഥമായി ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അവരവരുടെ കഴിവുകളെ ഉള്ളിലൂടെ അന്വേഷിച്ച് നിജപ്പെടുത്തി തൻ്റേതായിട്ടുള്ള വ്യക്തിത്വത്തെ രൂപപ്പെടുത്തി എടുക്കണമെന്ന് ആത്മീയമായി ചിന്തിച്ചുറപ്പിച്ച് ഉണരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നിജയോഗ ഫിലോസഫിയും നിജയോഗ മെഡിറ്റേഷൻസും മറ്റും. സർവ്വസാധാരണക്കാർ സാധാരണക്കാരെ പോലെ ആരെയെങ്കിലും എന്തിനെയെങ്കിലും പിന്തുടർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുമെങ്കിൽ, അസാധാരണക്കാർ സൃഷ്ടിപരമായ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവരവരുടെ കഴിവിൽ വിശ്വസിച്ച് ബോധ്യപ്പെടുന്ന ഉത്തരവാദിത്വ സ്വാംഗത്യവും നിറവേറ്റാൻ ഉത്സുകരായി എപ്പോഴും ഉന്മേഷത്തോടെ അവരവരുടെ യാഥാർത്ഥ്യത്തെ പിന്തുടർന്ന് വലിയവരാകുന്ന അഥവാ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമാകുന്ന ഒരു സത്വിശേഷാൽ ഭരിതമായ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും ദിശയെയും ഉറപ്പിച്ച് പ്രത്യേകിച്ച് നേർദിശയിലൂടെ വളരെ ആർഭാടത്തോടെ മുന്നേറി സഞ്ചരിക്കുന്നവരായിരിക്കും. എങ്ങനെയെങ്കിലും ജീവിക്കാൻ ഒരു വിഷമവുമില്ല. എന്നാൽ വിശേഷാൽ ബുദ്ധിയോടെ ജീവിക്കാൻ എന്തെങ്കിലും കഴിവും ഉയർന്ന മാനദണ്ഡവും ആവശ്യം. അതിന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട രാജകീയമായ ആധ്യാത്മിക കാര്യങ്ങൾ നിജയോഗ ഉണർത്തുന്നു. പറന്നു നടക്കുന്ന മനസ്സും പ്രകൃതിയും സ്വതന്ത്രവാനിൽ സ്വയംഭൂതമായ തത്വജ്ഞാനത്തിൽ നിന്ന് ആവിർഭവിക്കുന്ന ഗുണങ്ങളെ അവരവരുടെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഉണർത്തി മേലെയും താഴെയും അവരവരുടെ സാന്നിധ്യത്തെ ശരിക്കും അറിയുന്നവർക്കാണ് ഉയർന്ന മേനവ നിജസംഘത്തിൻ്റെയും സംഘടനാ ഭാരവാഹിത്വത്തിൻ്റെയും ഉജ്ജ്വലമായ ബിസിനസ് ഭാവിയെ ഉണർത്തി ജീവിതത്തെ ആഘോഷമധുരമാക്കി മാറ്റാനുള്ള ഓജസ്സും തേജസ്സും ഉണർത്തുന്നത്. നിജസ്പാത അതിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. പുനർജന്മങ്ങൾ വെറുതെ ചർച്ച ചെയ്യുവാനുള്ള വിഷയമല്ല. അസാധാരണക്കാരുടെ ജീവിതം അത് ബോധ്യപ്പെടുന്ന വിധത്തിലാണ് ഗ്ലോബ് മെനോൺസ് അസോസിയേഷൻ്റെ ലാവണ്യവും പ്രകടീകൃതമാകുന്ന യോഗ്യ
യോഗാനുഭൂതികളുടെ ആദേശനിർഭരമായ ഉണർത്തു വേദാന്തങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും മൗലികമായ ആഡംബര ജീവിത ദൗത്യങ്ങൾ പവർ പ്രാണായാമ വിഭാവനം ചെയ്യുന്നത്. അത് ഉൾക്കരുത്തിൻ്റെ തരംഗ നേതൃത്വ ബോധന ആത്മീയതകളാണ് താനും. ഇഷ്ടാനിഷ്ടങ്ങൾ വേർതിരിവോടെ കാണുന്ന ഒരു യുഗത്തിൽ ചെയ്യാനുള്ള കർമ്മ കുശലങ്ങളുടെ ആഗോള ഗണ്യത വിലയിരുത്തി മുന്നേറുവാൻ അസാധാരണ വൈദഗ്ധ്യവും ആർഭാടമായ അരങ്ങിൽ ഏറുന്ന പ്രപഞ്ചബുദ്ധിയുടെ പ്രഭാവത്താൽ പ്രതിഭാസബോധം ഓരോ സോളിലും ഉണരണം. അവിടെ നേതൃത്വങ്ങളുടെ കൂട്ടുത്തരവാദിത്വം ഒരുക്കുന്ന വേദികളിൽ നിജയോഗികളും യോഗിനികളും ബാച്ചിലർ ബംഗ്ലാവ് സോൾസുകളും പ്രത്യേകാൽ അസാധാരണക്കാരുടെ ജീവിത ശൈലികളിലൂടെ നേരിട്ടനുഭവിക്കുന്ന ഉണർവിനും സാധ്യതയേറുന്ന വ്യക്തിത്വ സ്വഭാവ അസാധാരണ മഹിമയോടെ ഉണർന്ന് പ്രവൃത്തികളിലെ ഏകാത്മക താളബോധത്തിൽ ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുന്നതാണ് നിജസ്പാദ പിന്തുടരുന്നവരുടെ ഫെയർ ഇന്ത്യ സംഘാടിതത്വം. പ്രത്യേകിച്ചും പ്രവാസി ഗ്ലോബ് മാനോൻസിനോടൊപ്പമുള്ള മലയാളികൾക്കും ഗുണകരമാകുന്ന സംഗമ നിയോഗങ്ങൾ. നിജയോഗ പഠിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നിജയോഗയെ സ്വാംശീകരിക്കുന്നു എന്ന് പറയുന്നതിലാണ് മാറ്റത്തിന് വിധേയമാകാൻ ആഗ്രഹിക്കുന്നവരുടെ മാനസികമായ അന്തർസത്തയും അന്തസ്സും. നിജയോഗയെ, പവർ പ്രാണായാമ, രാജകീയതയെ നേരിട്ടറിഞ്ഞ് പരിശീലിച്ച് ഉണർവും ഉന്മേഷവും അറിഞ്ഞ് ജീവിതത്തെ യോഗനിഷ്ഠയിലൂടെ കണ്ടെത്തുന്നതാണ് നിജയോഗയുടെ ഇപ്പോഴത്തെ അത്യാവശ്യമായിട്ടുള്ള ഓർഗനൈസിങ് നേച്ചർ. ഹയസ്റ്റ് 3 syllabus, precise concept, straight, Nija Yoga, Nijaspada. Globe Manons Association നിജയോഗ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പെസിഫിക്കേഷൻസിനോടൊപ്പം എൻ്റെ പാതയിലേക്ക് ഉണർന്നു വരാം. ഹയസ്റ്റ് 3 syllabus, MIHI 3.